സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദനഹകാലത്തിന് രണ്ടാം ഞായറിൽ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം യേശുവിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം എടുത്ത് ചിന്തിക്കുകയല്ല, അതിനുമപ്പുറം യേശു മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് തന്നെ വചനമായി അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് യോഹന്നാൻ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ നമ്മുടെ ഇടയിൽ വചനമായി അവതരിച്ചു, വചനം മാംസമായി, അങ്ങനെ അവൻ നമ്മുടെ ഇടയിൽ അവതരിച്ചു, നമ്മുടെ കൂടെ ജീവിച്ചു. അനാദി മുതലേ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന തമ്പുരാനെ നമ്മുടെ മുമ്പിൽ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. അവിടുന്ന് ഭൂമിയിലേക്ക് ആഗതനാകുന്നതിന് മുമ്പ് തന്നെ, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, വചനമായി നമ്മുടെ കൂടെ വസിച്ച് നമ്മളെ വഴി നടത്തുവാൻ, നമ്മളെ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കുവാൻ ഒരുക്കിയ ദൈവത്തെയാണ് യോഹന്നാൻ ശ്ലീഹ എന്നിവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിന് ആമുഖമായിട്ട് നമുക്ക് കണക്കാക്കാം. യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം തന്നെയായിരുന്നു ആ വചനം. ദൈവം തന്നെയായിരുന്ന ആ വചനത്തെ അനുഭവിച്ചറിയുവാനായിട്ട്, ധ്യാനിച്ച് ഉൾക്കൊള്ളുവാനായിട്ടാണ് ഈ ദിവസം നാം പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നത്. ആദിയിൽ എന്ന വചനം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അനാദി മുതലേ, ആദിയിൽ അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. അനാദി മുതലേ ദൈവം നമ്മോടുകൂടി ഉണ്ടായിരുന്നു. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നു, നമ്മൾ ദനഹകാലത്തിൽ ആരെക്കുറിച്ച് ആണോ ധ്യാനിക്കുന്നത്, അവൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. എന്നും എവിടെയും നമ്മളെ വഴി നടത്തുന്ന തമ്പുരാൻ്റെ വലിയ കൃപ കണ്ടെത്തുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്. എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, സമയവും കാലവും സ്ഥലവും നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് നമ്മുടെ ഭാഗ്യം, അതാണ് നമ്മുടെ അഭിമാനം. എന്നും എവിടെയും തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദൈവാനുഭവം സ്വന്തമാക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്നപ്പോഴും മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ കൂടെ ആയിരുന്നപ്പോഴും പലപ്പോഴും അവിടുത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയവരാണ് നാമൊക്കെ. ദൈവാനുഭവം സ്വന്തമാക്കാൻ കഴിയാതെ പോയവരാണ് നാമൊക്കെ. ആ ദൈവത്തെ സ്വന്തമാക്കുവാനായിട്ട്, ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ടാണ് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാൻ ദൈവത്തെ വിളിക്കുന്നത് വേഡ് അല്ലെങ്കിൽ വചനമെന്നാണ്. ഈ വചന ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ വചന വായനയിലൂടെ, വചനം അനുഭവിച്ചറിയുന്നതിലൂടെ, വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ നാം ദൈവത്തെ സ്വന്തമാക്കുകയാണ്. മനുഷ്യനായി അവതരിച്ച തമ്പുരാനെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. കൂടെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് വചന ധ്യാനത്തിലൂടെ ആ വചനത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്നത്. ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, ദൈവാനുഭവം ഇല്ല, ദൈവത്തെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നില്ല, ദൈവം കൂടെ വസിക്കുന്നു എന്നുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് സുവിശേഷം ചൂണ്ടിക്കാണിക്കുന്നത് വചനമാകുന്ന ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ്. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ നമ്മളുള്ള സഹവാസം, അനുദിനം നമ്മളെ വഴി നടത്തുന്ന തമ്പുരാൻ്റെ കൃപ, ഇതൊന്നും തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. പലതരം കാര്യങ്ങളിൽ വ്യഗ്രതപൂർണ്ണം നടക്കുമ്പോൾ പലതിനെയും സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ
വ്യഗ്രത കൂട്ടുമ്പോൾ കൂടെയുള്ള ദൈവത്തെ സ്വന്തമാക്കുവാൻ നാം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അനുഭവത്തിൽ നിന്നും മുക്തി നേടുവാനാണ് വചനം സ്വന്തമാക്കാൻ, വചനമാകുന്ന ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് സുവിശേഷകൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. വചനം അല്ലെങ്കിൽ വാക്ക് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുവാനാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനാണ്. ഈ വചനത്തിലൂടെയാണ് നാം ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഈ വചനത്തിലൂടെയാണ്. വചനമാകുന്ന ദൈവത്തോടാണ് നാം സംസാരിക്കുന്നത്. വചനം വായിച്ച് ധ്യാനിച്ച് ആ വചനത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിതാവായ ദൈവത്തിന് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി മാധ്യമമായി തീർന്നത് ഈ വചനമാണ്. ആ വചനത്തിലൂടെയാണ് പിതാവായ ദൈവം, തൻ്റെ വചനമാകുന്ന തൻ്റെ പുത്രനിലൂടെയാണ് പിതാവായ ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഇതും പലപ്പോഴും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ദൈവത്തെ കണ്ടുമുട്ടുവാൻ അല്ലെങ്കിൽ ഒരു ദൈവ അനുഭവം ഉണ്ടാകുന്ന എനിക്കില്ല എന്നുള്ള ആ ഒരു പരാതി നമ്മൾ നുഴയുന്നത്. അതുകൊണ്ട് വചനം വായിക്കാൻ, ആ വചനമാകുന്ന ദൈവത്തെ സ്വജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം, വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതിൻ്റെതുമായ ശബ്ദം നമ്മൾ ശ്രവിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആ ദൈവപുത്രനെ ഹൃദയത്തിലേറ്റുവാനായിട്ട്, ഹൃദയത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ, വചനമായി മാംസമായി വചനം മാംസം ധരിച്ച് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ തമ്പുരാനെയാണ് ഞാൻ ചിലർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. പുറം ലോകത്ത് പരക്കം വാഞ്ഞ് നടന്ന് ഞാൻ സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഭാവനയ്ക്കൊത്ത് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ദൈവത്തെ അല്ല, ദൈവം വചനമായി തീർന്ന ദൈവത്തെ സ്വജീവിതത്തിലൂടെ അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെയൊക്കെ പരാജയം. അതുകൊണ്ടാണ് വചനം ഉൾക്കൊള്ളുവാനായിട്ട്, വചനമാകുന്ന ദൈവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത്. അവിടുന്ന് ഭൂമിയിലേക്ക് അവതരിച്ചത് വചനം മാംസമായത് നമ്മോടൊത്തായിരിക്കുവാനാണ്. മനുഷ്യനോടുള്ള അത്യധികമായ സ്നേഹത്തിൻ്റെ മഹത്തായ പ്രകടനമായിരുന്നു വചനമായ അവിടുന്ന് മാംസം ധരിച്ച് ലോകത്തിലേക്ക് വന്നത്. ദൈവമക്കളായിരിക്കുന്നതിൻ്റെ ആനന്ദവും അഭിമാനവും നമുക്ക് പ്രദാനം ചെയ്യുന്നത് നാം അവനോട് കൂടി ആയിരിക്കുമ്പോഴാണ്. നമ്മളൊക്കെ ദൈവത്തോട് കൂടെ ആയിരിക്കേണ്ടവരാണ്. അതായിരിക്കണം നമ്മുടെ ശക്തി, അതായിരിക്കണം നമ്മുടെ അഭിമാനം, അതായിരിക്കണം നമ്മുടെ സന്തോഷം. വചനമാകുന്ന ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, അനാദി മുതലേ ഉള്ളവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എന്നോടൊത്തു വസിക്കുന്നു. അതായിരിക്കണം നമ്മുടെ അഭിമാനം. അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കും, യേശു എൻ്റെ സ്വന്തമാണ്. വചനമാകുന്ന ദൈവം മാംസം ധരിച്ച് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവം എന്നെ എന്നും വഴി നടത്തുന്നു. എൻ്റെ വേദനകളിൽ, എൻ്റെ പ്രയാസങ്ങളിലെല്ലാം, എൻ്റെ സന്തോഷങ്ങളിലെല്ലാം അവിടുന്ന് എന്നെ വഴി നടത്തുന്നു എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മെ തിന്മയുടെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്, നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ട് വചനം മാംസമായി തീർന്ന ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്, അവൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു, അവൻ നമ്മോട് കൂടെ വസിക്കുന്നു. വചനം മാംസമായി നമ്മുടെ കൂടെ വസിക്കുന്നു. ഈ ധനകാലത്തിൻ്റെ 2-ാം ഞായറിൽ നമ്മളും ചിന്തിക്കുന്നതാണ്, ഈ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. വചനമാകുന്ന ദൈവം എൻ്റെ കൂടെ വസിക്കുന്നു. യോഹന്നാൻ വീണ്ടും പറയുന്നു, 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമായിരുന്നു അവൻ. ആ വെളിച്ചമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ വെളിച്ചം അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കണം. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങളുണ്ടാകുന്നത്, വേദനകളുണ്ടാകുന്നത്, അല്ലെങ്കിൽ താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ വചനമാകുന്ന ദൈവത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ, ഇന്നത്തെ സുവിശേഷം നമ്മുടെ സംശയത്തിന് ഇട നൽകാതെ വിധം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അത്ഭുതങ്ങളുടെ തമ്പുരാൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നു. സ്നേഹത്തിൻ്റെ തമ്പുരാൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നു. നമ്മളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ചാരെ നിൽക്കുന്നു. അവന് നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നു കൊടുത്താൽ മാത്രം മതി ആ തമ്പുരാനെ തിരിച്ചറിയുവാനായിട്ട്,
ആ വചനം സ്വന്തമാക്കുവാനായിട്ട്, ആ വചനം എൻ്റെ ശരീരവും രക്തവുമായി തീരുവാനായിട്ട്, എൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് നാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. നാം ആഗ്രഹത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി അന്വേഷിക്കണം. കാരണം പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം നമ്മളെപ്പോലെ തന്നെ ഉള്ള ആളാണ് നമ്മുടെ കർത്താവ്. നമുക്കറിയാം, പാപമൊഴികെ എല്ലാ കാര്യത്തിലും അവൻ മനുഷ്യത്വം സ്വീകരിച്ചു, ആ മനുഷ്യനുമായി ഒന്നായി തീർന്നു. ആ തമ്പുരാനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മാംസമായി തീർന്ന ഈ വചനം നമുക്ക് നഷ്ടമാകാതിരിക്കുവാൻ, ആ വചനത്തെ നമ്മൾ കണ്ടില്ല എന്നടിക്കുവാനായിട്ട് ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ. അവൻ നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നു, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, നമ്മുടെ വേദനകളിൽ നമുക്ക് സാന്ത്വനമേകിക്കൊണ്ട്, നമ്മുടെ വീഴ്ചകളിൽ നമുക്ക് താങ്ങായിക്കൊണ്ട് തമ്പുരാൻ നമ്മുടെ കൂടെ എന്നും വസിക്കുന്നു. ആ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ആ ദൈവത്തെ തിരിച്ചറിയുക, ആ ദൈവത്തെ അനുഭവിച്ചറിയുക. ഇനിയും വചനമാകുന്ന ആ ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതിന് കഴിയാത്ത വിധം എൻ്റെ ആന്തരിക നേത്രങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ബാഹ്യ നേത്രങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ, ആ നേത്രങ്ങൾ തുറന്നു വെച്ച് തന്നെ നമുക്ക് തമ്പുരാനെ നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും അനുതാപത്തിലൂടെയും ആ കർത്താവിനെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ യേശു അനുഭവമുള്ളവരായിട്ട്, ദൈവ അനുഭവമുള്ളവരായിട്ട്, വചന ധ്യാനമുള്ളവരായിട്ട്, വചനത്തെ അനുഭവിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. കൂടെ വസിക്കുന്നവനെ തിരിച്ചറിയാതെ, പുറത്തെവിടെയോ അവനെ അന്വേഷിക്കുന്നവരാകാതെ, ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ, വചനം മാംസമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ ഉള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ദൈവത്തിന് മാംസം ധരിക്കുവാൻ ഇടം നൽകിയ പരിശുദ്ധ അമ്മ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നമ്മളെ ഏറെ സഹായിക്കട്ടെ. മാംസം ധരിച്ച ആ വചനമാകുന്ന യേശുവിനെ എന്നും എവിടെയും നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് അനുവദിക്കാം. അവിടത്തോടു കൂടി ആയിരിക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. അങ്ങനെ ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാനായിട്ട്, യേശു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാനായിട്ട്, യേശുവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായി തീരുവാനായിട്ട്, ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.